എന്താണ് ലവ് ലെറ്റർ ആണ്? ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ മുൻകൈ എടുത്ത് നിന്റെ കെട്ടങ്ങ് നടത്തി തരും. ചുമ്മാ ഒരാളെ പ്രൈവസി കയറി ഇടപെടരുത് കേട്ടോ. പ്രൈവസിയാ? എടി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ ഫോൺ എടുത്ത് എന്റെ തമ്പ് വെച്ച് ഓപ്പൺ ചെയ്യുന്ന നിനക്ക് പ്രൈവസി? അവളുടെ പ്രൈവസി മാനിഫെസ്റ്റിംഗ്. കൊള്ളങ്ങളെ വായിക്കട്ടെ. ഈ വർഷം തീരും മുന്നേ പോയ പേപ്പർ എഴുതി എടുക്കും. കോളേജിൽ പോയ സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല, എന്നിട്ടാണ് ഇപ്പോ. അതെനിക്ക് ആ സമയത്ത് പഠിക്കാൻ മൂടൊന്നും. എങ്ങനെ വരും മൂട്? ഈ സീനിയർ പയ്യന്റെ പുറകെ നടന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കാണിച്ച ഡെഡിക്കേഷന്റെ പകുതി എഫേർട്ട് മതിയായിരുന്നു നിന്റെ 12 പേപ്പർ എഴുതിയെടുക്കും. എന്തൊരു അഭിമാനം 11 എന്ന് പറയുമ്പോ. അടുത്തത് സ്വന്തമായിട്ടൊരു ജോലി. സ്വന്തമായിട്ടൊരു ജോലി, ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം. ഇത് എന്റെ വിഷയല്ലടി. ഇത് നീ എന്തിനാ എഴുതി വയ്ക്കുന്നത്? ഇത് എഴുതിയിരിക്കുന്നുണ്ടോ ഞാൻ നിന്നെ ജോലിക്ക് ഇടാതിരിക്കുകയാണെന്ന്. ഈ ജോലിക്കൊക്കെ പോകാൻ ഒരു മനസ്സ് വേണം. അതെ, പഴയ പോലെ ഒന്നും അല്ല ഞാൻ. ഈ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമ്മൾ എന്തൊരു കാര്യം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമുക്ക് കൊണ്ടുതരും. ആര് കൊണ്ടുതരും? ഈ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നടത്തി തരും. അപ്പോഴും പോയി എടുക്കരുത്, ആരെങ്കിലും കൊണ്ടു തരണം. എടി നീ പരീക്ഷ എഴുതി ജയിക്കുന്ന കാര്യം നോക്കേ വേണ്ട, അത് നടക്കൂല. പിന്നെ ജോലി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യൂല, എന്നിട്ട് യൂണിവേഴ്സ് കൊണ്ടുതരുമെന്ന്. പിന്നെ യൂണിവേഴ്സിന് പണിയൊന്നും ഇല്ലാതിരിക്കാണല്ലോ. നെഗറ്റീവ് പറയാതെ എപ്പോഴും നെഗറ്റീവ് മാത്രം. ഇടി അവനവൻ എന്തെങ്കിലും വേണമെങ്കിൽ അവനവനായിട്ട് അത് നേടിയെടുക്കണം. അല്ലാതെ ഈ ബുക്കിൽ ഒരു ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. യൂണിവേഴ്സ് തന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജോസഫിന്റെ മകൾ ജോംബോളിന്റെ ജോലിക്കാര്യം റെഡിയാക്കാൻ മടിച്ച് തന്നെ മാനിഫെസ്റ്റിംഗ്. ഇനി വായിക്കണ്ട, എന്തായാലും വായിച്ചു, ബാക്കി കൂടി വായിക്കണം. ബാച്ചുലർ ട്രിപ്പ് പോണം സിംഗപ്പൂർ. ഇടി നിന്നെ കെട്ടി ഞാനല്ലടി ബാച്ചുലർ ട്രിപ്പ് പോകണ്ട്. നിന്റെ കാര്യങ്ങളും നോക്കണം, നിന്റെ ആട്ടും തുപ്പ് കേൾക്കണം. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് നിനക്ക് എങ്ങനെ ബാച്ചുലർ ട്രിപ്പ്? ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വായിക്കണ്ട. വായിച്ചോണ്ടാണല്ലോ സത്യമൊക്കെ ഇപ്പൊ മനസ്സിലായേ. നിന്റെ സിംഗപ്പൂർ ട്രിപ്പ് നടക്കുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ചിലപ്പോ സിംഗപ്പൂർ പോകും വിത്ത് ഫാമിലി. ചിലപ്പോ ഉണ്ടാവും. അല്ല എങ്ങനെയാ? ഡബിൾ ഹോഴ്സിന്റെ ഗോൾഡൻ ഗെറ്റ് അവേ. ഡബിൾ ഹോഴ്സിന്റെ ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും അതിന്റെ ഗോൾഡൻ ഗെറ്റ് അവേ പാക്കറ്റ് കിട്ടും. അതിന്റെ ബാക്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ 100 രൂപ വരെ ചിലപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടും. ഇപ്പൊ ക്യാഷ് ബാക്ക് കിട്ടി. അടുത്ത തവണ ചിലപ്പോൾ സിംഗപ്പൂർ ട്രിപ്പ് ആയിരിക്കും. ഇത് മാത്രമല്ല 6 കോടി വരെയുള്ള സമ്മാനം ചിലപ്പോൾ കിട്ടും. പിന്നെ കിയ സോണറ്റ് കാർ, ഗോൾഡ് കോയിൻ, AC, ഫ്രിഡ്ജ്, അവൻ, എയർ ഫ്രയർ, അങ്ങനെ ഇഷ്ടം പോലെ. ഒന്നും മാറിക്കേ. എന്താ? ഞാനേ എന്റെ ബുക്ക് ഇവിടെ എവിടെയോ വെച്ചായിരുന്നു. ഇതൊക്കെ അതിലെഴുതി വെക്കാം. മാനിഫെസ്റ്റ് ചെയ്താൽ പോലെ അപ്പൊ എന്തായാലും കിട്ടൂലേ.